ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ റിച്ചസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരതി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ മൈക്രോ ഓർഗാനിസംസ് ഡേന്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പം ആ പ്രോഗ്രാമിൽ കുറേ ടൈപ്പ് ഓഫ് ഈ ഒരു മൈക്രോബയോളജി ഫീൽഡിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പം അതൊക്കെ നമുക്ക് കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബാദിലുണ്ട്, പിന്നെ ആഷിറുണ്ട്, ഇർഷാദുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ Okay, 30 seconds more. 5, 4, 3, 2, 1. Pen down. ഗൈസ്, അപ്പോ കറക്ഷൻ ആണ് ഇവിടെ. ഏതാ നടന്നിപ്പോ ഇപ്പൊ മൈക്രോ പസിൽ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മൈക്രോ പസിൽ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നമ്മുടെ അടുത്തത് ഏതാ പരിപാടി? അടുത്തത് സ്പെല്ലിംഗ് പറയാം. പേര് കൊടുക്കുമ്പോൾ സ്പെല്ലിംഗ് പറയാം. ഏറ്റവും കൂടുതൽ നല്ലപോലെ സ്പെല്ലിംഗ് പറഞ്ഞ ആൾക്ക് നമ്മൾ ക്യൂസിലേക്ക് പോകുന്നത്. 8 പോയിന്റോടുകൂടി വർഷ കീർത്തന ചേച്ചി ഏതാ കൊടുത്തിരിക്കുന്നത്? മൈക്കോബാക്ടീരിയം ലെപ്രൈ. ഇതൊക്കെ പണിയാണ് ഗൈസ്. ഇവര് അപ്പൊ നമ്മുടെ സീനിയേഴ്സ് ഫൈനലിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. രാഹുൽ എന്താ അഭിപ്രായം? ഫൈനലിലേക്ക് സെലക്ട് ചെയ്തപ്പോ അതൊക്കെ അത്രേ ഉള്ളൂ. ഹരിയേട്ടാ എന്താണ്? അല്ലേ, രാകേഷ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത്? പിള്ളേർ ജയിക്കട്ടോ അല്ലേ? നമ്മ വന്ന് പിന്നെ വെറുതെ എന്തെങ്കിലും പാവങ്ങളുടെ പ്രൈസ് കളയുന്നത് അല്ലേ? നമുക്ക് ഇനി വർഷങ്ങളുണ്ട്. ലാസ്റ്റ് വർഷം പോണവരൊക്കെ അവര് എടുക്കട്ടെ. നമുക്ക് അടുത്ത വർഷം നോക്കാൻ. അപ്പൊ നിങ്ങൾ വന്നാൽ ജയിക്കുന്നാണ് പറയുന്നത്. ഞങ്ങൾ വന്ന് ജയിക്കും, കപ്പ് ഉറപ്പാണ്. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഉണ്ട് ഇപ്പൊ എന്തൊക്കെയാ നടന്നത് ചേച്ചി? ഇപ്പൊ നടന്നത് 3 റൗണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഫസില്, സെൽവി ആൻഡ് ക്യൂസ്. ഇപ്പം ഒരു 5 ടീം ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി അവർ ഡൂഡിൽ മേക്കിങ്ങിന് പോവാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ജസ്മിയാണ്. ജസ്മി എന്തുകൊണ്ടാണ് ആൻസർ പറയാത്തത്? ചൈനീസ് വാങ്ങാൻ കൊടുത്തന്നാ ആയിട്ടുള്ളൂ. എവിടെ നിന്ന് കിട്ടും? ഞങ്ങൾക്ക് ഞാൻ പിടിക്കും. അതൊക്കെ ആശറിന്റെ കണ്ണ് കിട്ടാണ് ഗൈസ്. പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് നമ്മുടെ നിസി മാം കൊടുക്കുന്ന ഒരു പണിയാണ് അല്ലേ മാം? വഴി തെറ്റിക്കാണ്ട് നോക്കാം. കറക്ക് അല്ല, അവനെ കറക്കാദ്യം. കറക്ക് ആ കുറച്ചെങ്കില് ഇപ്പുറത്ത് മേലെ
അടുത്തന്നെ വരച്ചോ അടി ചക്കേ ആഷിർ ഗൈസ് അടുത്ത താത്ത വന്നിട്ടുണ്ട്. ഒരു 4 തവണ കറക്കണേ. ഓ അല്ലല്ലേ ഇവരല്ലേ സെന്ററിൽ കൊണ്ട് കറക്ക്. സെന്ററിൽ കൊണ്ട് ആ കറക്കിക്കോ കറക്ക് കറക്കിക്കോ. അങ്ങനെ തന്നെ 2 ഇഞ്ച് മേലെ. ആ ആ സെറ്റ് ആ വരച്ചോ. അപ്പോൾ ഒരു ഡയറി മിൽക്ക് കൊടുത്തിരിക്കുകയാണ് ആ താത്താക്ക് അല്ലേ? ഡയറി മിൽക്ക് അല്ലേ? ഫസ്റ്റ് പ്രൈസ് ഡയറി മിൽക്ക്. അപ്പൊ അടുത്തത് നെഹയാണ്, നമ്മുടെ ക്ലാസ്സിലത്തെ കുട്ടിയാണ് കേട്ടാ. നെഹ സെറ്റല്ലേ? ചോക്കില്ല ഇതെത്ര അല്ല ആദ്യം 2 കറക്ക വന്നേ കറക്ക് ആ താഴെ തുറന്നു നോക്കിട്ട്. ഇവര് പസിൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. പേര് പറയൂ. അല്ല ചേച്ചിന്റെ പേര് പറയൂ. ലോഗോ മേക്കിംഗില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. Glycolysis can occur in anaerobic, aerobic, neither aerobic and anaerobic, both aerobic and anaerobic. Both aerobic and anaerobic. Any ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഇതിൽ ജയിച്ചു. Which was the first disease for which a chemotherapeutic agent was used? Smallpox, syphilis, AIDS, malaria. Right. Okay. So the winner of the quiz competition is Mitra Sneha. അപ്പൊ ഗിഫ്റ്റ് തുറക്കുകയാണ് നമ്മുടെ നുസ്ന താത്ത. എന്താണത്? ടോർച്ചാ? തുറന്നോക്ക്. എന്താണത്? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ നുസ്ന താത്ത? നുസ്ന താത്ത ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? സെറ്റല്ലേ? ഡൂഡിലാട്ടിലെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന 2 താത്തന്മാരാണ്. പേര് പറയൂ. ഇത് നമ്മുടെ ക്യൂസ് കോമ്പറ്റീഷനില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നു. പേര് പറയൂ. അടുത്ത ആള്. ഇത്രയായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് പരിഗണിച്ച് നോക്കുക. സ്റ്റാർട്ടിങ് ട്രബിളാണ്. അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ സെറ്റായി കറക്റ്റായിട്ടുണ്ടായിട്ടുണ്ടാവും.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്ത് ചെയ്യണം? അടിച്ചു പൊളിക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിലേക്ക് ഒരു ക്ലിക്ക്.